10-ാം തീയതി അല്ലേ പറഞ്ഞത്? 9-ാം തീയതി. ആരാ പറഞ്ഞ? നീയാണോ അതൊക്കെ അനൗൺസ് ചെയ്യണം? ഉറപ്പാണോ റിലീസ് എന്നാണെന്ന്? ജനനായകനെ പേടിച്ച് നമ്മൾ റിലീസ് മാറ്റണോ, നമ്മളെ പേടിച്ച് ജനനായകൻ റിലീസ് മാറ്റണോ എന്നൊക്കെ ഇൻഡസ്ട്രിയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ബിസിനസ് ഡിസ്കസ് ചെയ്യണവർ തീരുമാനിക്കട്ടെ. എന്തായാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒരു പടം ഇവിടെ ഇറക്കുന്നു, അവരെവിടെ ഒരു പടം ഇറക്കുന്നു അല്ലേ? ഇതിലെന്തൊരു പേടിക്കാനുള്ള കാര്യങ്ങളോ? ജനനായകനാണെങ്കിലും ജനനായികയാണെങ്കിലും അപ്പം കഴിച്ച് വെള്ളപ്പം കഴിച്ച് വന്നാലല്ലേ. ഇതിപ്പോ നമ്മൾ പേടിച്ചിട്ട് അവരും ഇറക്കാതിരിക്കുന്നില്ല, അവരെ പേടിച്ച് നമ്മളും ഇറക്കാതിരിക്കുന്നില്ല. പടം ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് നമ്മളൊരു പടം ചെയ്ത് അത് ഇറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ പേടിക്കണം. ഈ ഭൂമിയിൽ ഒന്ന് ജനിച്ചു, അതിലും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കില്ല, അതിലും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 9-ാം തീയതി ജനനായകൻ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന്റെ ഒപ്പം മറ്റേ ശിവകാർത്തികന്റെ സിനിമയും പ്രഭാസിന്റെ സിനിമയും കഴിഞ്ഞ ആഴ്ചയാണ് അനൗൺസ് ചെയ്തത്. നമുക്ക് ഒരു അവര് 600 സ്ക്രീനുണ്ടെങ്കിൽ നമുക്ക് മാന്യമായ ഒരു 100ഓളം സ്ക്രീൻ കിട്ടിയതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് 45 സ്ക്രീനുള്ളൂ. നമ്മൾ ഹാപ്പിയാണ്, നമ്മളൊരു കുഞ്ഞി പടമല്ലേ. പിന്നെ നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ആളുടെ എതിരെ നിൽക്കല്ലേ എന്റെ സുഖം. നമ്മളല്ലാണ്ട് ഒരു ചെറിയൊരു ആർട്ടിസ്റ്റിന് വരും. നമ്മൾ നിൽക്കുമ്പോ ഇപ്പൊ വിജയിക്കെതിരെ നമ്മളിവിടെ നിൽക്കണം. നമ്മളല്ലുള്ളൂ മലയാള സിനിമ എതിരല്ല, ഓപ്പോസിറ്റ് നിൽക്കണം. എതിരെന്നല്ല ഞാൻ പറഞ്ഞ, അവർക്കൊപ്പം നമ്മളും ഉണ്ട്. പിന്നെ ഒരു സിനിമയുടെ വലിപ്പം നിശ്ചയിക്കുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ ചെറിയ മുതൽ മുടക്കാണോ വലിയ മുതൽ മുടക്കാണോ എന്നുള്ളതല്ലല്ലോ യഥാർത്ഥത്തിൽ വലിയ സിനിമ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ മാർക്കറ്റിംഗ് സമയത്ത് തണ്ണീർമത്തൻ ദിനങ്ങളെന്ന് ചെറിയ സിനിമയുടെ അന്ന് വലിയ സിനിമ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീട് എന്താ ഉണ്ടായെന്നുള്ളത്. അത് ഞാനാണ് മാർക്കറ്റ് ചെയ്തത്. അതിനെതിരെ വലിയ സിനിമ സിനിമയാണ്, നമ്മള് സിനിമയാണ്. അത് വലുതായാലും ചെറുതായാലും കണ്ടിറങ്ങുന്നവരെ എന്റർടൈൻ ചെയ്യും. നമുക്ക് കുറച്ച് സ്ക്രീൻ മതി. ആക്ച്വലി ഈ കൊല്ലാവസാനം സിനിമയിൽ 560 കോടി നഷ്ടം, അത്ര കോടി നഷ്ടം എന്നൊക്കെ പറയുന്നത് വളരെ അത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ഇവിടെ വിജയിച്ച പടങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ അധികം വന്ന് കാണാത്ത പടങ്ങളാണ് കൂടുതലും പല മാധ്യമങ്ങൾക്കും മെറ്റീരിയൽസ് ആയിട്ട് ഇപ്പോഴും പോകുന്നത് അല്ലേ. ഒരു സിനിമ കൂടുതൽ ആൾക്കാരെ കണ്ട് കൂടുതൽ കളക്ഷൻ കിട്ടി എന്നുള്ളത് മാത്രമല്ല ഒരു സിനിമയുടെ വിജയം. ഇപ്പൊ ഒരു മോശം സിനിമ ഇറങ്ങുമ്പോഴാണ് ഒരുപാട് നിരൂപകരുണ്ടാവുകയും അവർ ജീവിച്ചു പോകുന്നു അല്ലേ. ആണോ? എല്ലാ മീഡിയകളും ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയലാ? സിനിമയുടെ മെറ്റീരിയൽ. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലും വാർത്താമാധ്യമങ്ങളാണെങ്കിലും ഇനിയിപ്പം ന്യൂസ് ചാനൽ ചോദിക്കും, ഇവരും ഏറ്റവും കൂടുതൽ ന്യൂസ് സിനിമാകാരായിട്ടല്ലേ. അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമ ആള് കൂടുതൽ കാണുന്നതല്ല വിജയം. ഇപ്പൊ 10 ദോശ ഉണ്ടാക്കി അതിൽ 8 ദോശ പൊട്ടിപ്പോയി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ. ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് കുറ്റം പറയാനായിട്ടെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ ഈ പടങ്ങൾ അല്ലേ. പിന്നെ നമ്മള് ഇത് മോശമാവാനും ആള് കയറാതിരിക്കാനും അല്ല ഉണ്ടാക്കും പടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ സമൂഹത്തിനും പല പല ആളുകളും പല മേഖലകളിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ.